ശബ്ദം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ആംഗ്യഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ സമൂഹത്തിന് മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ കലോത്സവ വേദിയിൽ മൂകാഭിനയം എന്നും വേറിട്ട് നിൽക്കുന്നത്. ഇത്തവണയും സദസ്സിനെ ചില കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ഇക്കൂട്ടർ വേദി വിട്ടത്. മനു, ഇന്നും നല്ല കിടക്കാഴ്ച ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാ വേദികളിലും. നമ്മളിപ്പോൾ എന്തിനാ പോവുക ഇന്ന്? നിന്നോട് ചോദിക്കും, നമ്മൾ എന്തിനാ പോവുക? ടൈമായി, വേഗം പറ. ഓ, മൈമിങ്ങിനാണോ? വാ. കാര്യങ്ങൾ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത സമൂഹത്തിന് മുമ്പിൽ ആംഗ്യഭാഷയിൽ സംസാരിക്കുകയാണവർ. മകളുടെ ഘാതകന് നീതിപീഠം തുണയായപ്പോൾ അവന്റെ ജീവനെടുത്ത മാതാപിതാക്കൾ, ലഹരിയുടെ ആലസ്യത്തിൽ അമ്മയിൽ പോലും കാമം കണ്ടെത്തിയവൻ തുടങ്ങി കേട്ടലറയ്ക്കുന്ന സത്യങ്ങൾ പലതുണ്ട്. കോഴിക്കോട് ടീച്ചർക്ക് സംഭവിച്ച കഥയാണ്. അപ്പോൾ ടീച്ചറുടെ മകൻ അത്രയും വളരെ കഷ്ടപ്പെട്ട് മോനെ വളർത്തി കൊണ്ടുവന്നിട്ട് അവന് ഫ്രണ്ട് വഴി ഡ്രഗ് അഡിക്റ്റായി. എന്നിട്ട് പിന്നെ അമ്മേനെ വരെ കയറി പിടിക്കുക, മോശം രീതിയിൽ അമ്മേനെ കണ്ട് അമ്മ അങ്ങനത്തെ ഒരു ഇത് വെച്ചാണ് നമ്മൾ ചെയ്തത്. തൊട്ടടുത്തിരിക്കുന്നവരെ തട്ടി വിളിച്ച് അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള അവസരം ഒരിക്കലും മൈമിംഗ് വേദികളിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരമൊരവസ്ഥ വന്നാൽ അത് ആ കലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോരായ്മയാണ്. ശബ്ദം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സംസാരിക്കാതെ ശരീരഭാഷയിലൂടെ നമ്മൾ എന്താണോ ഒരു വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് വേറൊരാൾക്ക്, അതായത് ഒരു ഓഡിയൻസിലിരിക്കുന്ന ഒരാൾക്ക് തൊട്ടപ്പുറത്തേക്ക് ഒരാളോട് ചോദിക്കാതെ തന്നെ ആ ഐറ്റത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പല നിറങ്ങളിലാണ് അവർ അരങ്ങിൽ കയറിയത്. മുഖത്തും ശരീരത്തിലും വിരിഞ്ഞ ഭാവങ്ങൾ കൊണ്ട് കാണികളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും അവർ വേദി വിട്ടു. മൂകാഭിനയമാണ്, ചുണ്ടുകൾ ചലിക്കില്ല. പക്ഷേ പറയാനുള്ളതെല്ലാം സദസ്സിൽ പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ രാജേഷ് താവലോടിനോടൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.